ഹലോ ഗൈസ്, ഇന്ന് കുട്ടി ഈവനിങ് വ്ലോഗാണ്. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്കൂട്ടിയുടെ മുകളിലാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ശംഭു ചിലപ്പോൾ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ അല്ല ഓടിപ്പോകാറുണ്ട് പുറത്തേക്ക് ഓടിപ്പോലും മാത്രമല്ല ആൾക്കാരെ കടിക്കാനും പോകും. അപ്പോൾ ആശാൻ ചെറുതായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു. പിണങ്ങിയിട്ട് അത് മാത്രമല്ല, അവന് ഞാൻ ഹെൽമെറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഭീകര സ്വത്വമായിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ അധികം അങ്ങനെ അടുത്ത് വരാറില്ല. എനിക്ക് സ്പീഡ് ആൻഡ് സേഫ് എന്നൊരു കൊറിയർ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയിട്ട് കൊറിയർ പിക്ക് ചെയ്തു. കൊറിയർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഡ്രസ്സാണ്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 2 ഹാഫ് സാരിയാണ്. അത് ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾ എന്തായാലും കാണണം. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ജിമ്മിലെത്തി. എനിക്ക് തോന്നുന്ന ഈവനിങ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നേക്കാളും നല്ലത് മോർണിംഗ് എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പഴയ പോലെ ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അവിടുന്ന് പിന്നെ ഒരു 7:15 ഞാൻ ഇറങ്ങി. കാരണം എനിക്ക് വേറെയും കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹാന ട്രിങ്കറ്റ്സിൽ പോയിട്ട് കുറച്ച് ഓർണമെന്റ്സും പിന്നെ ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് എനിക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം രാത്രിയൊക്കെ ആയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫുൾ മൂൺ. കുറച്ച് ദിവസമായിട്ട് വായിൽ 2-3 ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ടാബ്ലറ്റ് വാങ്ങിച്ചു. 7:30 ഹാന ട്രിങ്കറ്റ്സ് നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് എന്തായാലും എത്തും വേണം. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ഇരിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷം. ഞാൻ നിങ്ങളെ ആ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്ത് വെച്ച് ഞാനിവിടെ ഒരു ഹാഫ് സാരി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാഫ് സാരി അല്ല, ശരിക്കും അതൊരു സാരിയാണ്. അപ്പോൾ സാരി വെട്ടിയിട്ട് ഹാഫ് സാരി ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ബ്ലൗസ് ട്രയൽ നോക്കാൻ ഞാൻ പോയത്. എന്നിട്ട് വേണം അത് ഓക്കെ ആണെച്ചെങ്കിൽ ബാക്കിയുള്ള ബ്ലൗസ് കൂടി ആ ഒരു മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടിയും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 2-3 ഓർണമെൻറ്റ്സ് എടുക്കാനുണ്ടായിരുന്നു. ആക്ച്വലി ഇവർക്ക് ഇവിടെ റെൻ്റൽസ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ് കൂടി ഉള്ള കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ചമ്പക്കുട്ടൻ 2 കാലിൽ തപസ്സിരിക്കുന്നു. നീ എന്നെ കെട്ടിയിട്ട് പോയില്ലേടി എന്നുള്ള രീതിക്കാണ് അവൻ ഇരിക്കുന്നത്. പക്ഷേ നല്ല ക്ലൈമറ്റ് ആട്ടോ. ഒരു 7:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. 7:45 ടൈം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നല്ല കാറ്റാണ്. ചമ്പക്കുട്ടൻ അങ്ങനെ പുറത്ത് കാറ്റ് കൊണ്ടിരിക്കുക. പുല്ലിലൊക്കെ പോയിട്ട് ഉരുണ്ടിട്ട് എന്തോ മേത്തൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റൂമിലെത്തി അൺബോക്സ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയിൽ ഞാൻ അതൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ 2 ഹാഫ് സാരിയാണ് എനിക്ക് കൊറിയറായിട്ട് അയച്ചത്. നമ്മുടെ സ്വന്തം ലക്ഷ്യ ഡിസൈൻസ് ആണ് ചെയ്തത്. ഇത് ആക്ച്വലി സാരി എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. ഷോൾ വേറെ എടുത്തു. അപ്പോൾ ഇത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ വെരി സൂൺ ഞാൻ ഇടുന്നതായിരിക്കും.